software means software that respects users' freedom and community. That is, a software which is free of cost, and here the users are given freedom, or the community of users are given freedom to run, copy, distribute, study, change or improve the software. That is, here നമ്മുടെ സോഫ്റ്റ്വെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇവിടെ ലൈസൻസ് ഇഷ്യൂവും കോപ്പിറൈറ്റ് ഇഷ്യൂസും ഒന്നും വരുന്നില്ല. ഇവിടെ ഈ യൂസേഴ്സിന് ഇൻ്റർനെറ്റിൽ നിന്നും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാം. ഇനി യൂസേഴ്സിൻ്റെ മോഡിഫിക്കേഷൻസിനനുസരിച്ച് അത് എഡിറ്റ് ചെയ്യാം, നീഡിനനുസരിച്ച് എഡിറ്റ് ചെയ്യാം, അതിൻ്റെ പെർഫോമൻസ് കൂട്ടാം. ഇങ്ങനെയുള്ള എന്ത് മോഡിഫിക്കേഷൻസ് നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ നമുക്കവിടെ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അവിടെ ജനറലി നമുക്ക് വരുന്ന പുതിയൊരു ടേമാണ് സോഴ്സ് കോഡ്. ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ, സ്റ്റഡി ചെയ്യാൻ പറ്റണമെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ, കോപ്പി ചെയ്യാൻ പറ്റണമെങ്കിൽ അവിടെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സോഴ്സ് കോഡ്. അപ്പോൾ എന്താണ് ഒരു സോഴ്സ് കോഡെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പ്രോഗ്രാം ഒറിജിനൽ റിട്ടൺ ബൈ ഹ്യൂമൻസ് യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ഹ്യൂമൻസ് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോഗ്രാംസ്. ആ പ്രോഗ്രാംസിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. ഇനി ഈ സോഴ്സ് കോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സോഴ്സ് കോഡിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. മെഷീന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപ് ഉള്ള ഹ്യൂമൻസ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. അപ്പം നമുക്കൊരു പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ സോഴ്സ് കോഡ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത ഇതാണ്. ഇവിടെ ആ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ളിൽ തന്നെ കയറി നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റുന്ന രീതി അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. ഇതാണ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, the 4 essential freedoms. A program is free software if the program's user have the 4 essential freedom. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 4 ഫ്രീഡംസ്, 4 എസെൻഷ്യൽ ഫ്രീഡംസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റൂ. അപ്പം എന്തൊക്കെയാണ് ആ 4 എസെൻഷ്യൽ ഫ്രീഡംസ് എന്ന് നമുക്ക് നോക്കാം. ഫ്രീഡം 0, the freedom to run the program as you wish for any purpose. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫ്രീ സോഫ്റ്റ്വെയർ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് റൺ ചെയ്യാൻ പറ്റണം. ഇതാണ് ഫസ്റ്റ് ഫ്രീഡം, ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ആസ് യു വിഷ് for any purpose. Then freedom 1, freedom to study how the program works and change it so it does your computing as you wish. നമുക്ക് അതിൻ്റെ സോഴ്സ് കോഡ് സ്റ്റഡി ചെയ്യാൻ പറ്റണം, സ്റ്റഡി ചെയ്യുന്നതനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റണം. ഇതാണ് ഫ്രീഡം 1. Then ഫ്രീഡം ടു റീഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പീസ് സോ യു ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരാൻ പാടില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഒന്നിലധികം ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റണം. അതാണ് ഫ്രീഡം 2. ദെൻ ഫ്രീഡം 3, ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് യുവർ മോഡിഫൈഡ് വേർഷൻ ടു അതേഴ്സ്. ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫ്രീ സോഫ്റ്റ്വെയർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്തു, ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ മോഡിഫൈ ചെയ്ത കോപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന ഫ്രീഡമാണ് ഫ്രീഡം 3.
അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 4 ഫ്രീഡം 0, 1, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3 ഇത് 4 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ? ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഫ്രീഡം ടു റൺ ആസ് വി വിഷ്, ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് ഫ്രീഡം ടു ചേഞ്ച് ഇറ്റ്, ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പി, ദെൻ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് ദ കോപ്പീസ് ഓഫ് എ മോഡിഫൈഡ് വേർഷൻ. നമ്മൾ മോഡിഫൈ ചെയ്ത വേർഷൻ്റെ കോപ്പീസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഈ 4 ഫ്രീഡത്തിന് പറയുന്ന പേരാണ് ദ 4 എസെൻഷ്യൽ ഫ്രീഡം. ഓക്കെ. Free software movement. Free software has become the foundation of a learning society on where we can share our knowledge in a way that others can build upon and enjoy. ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഒരു ലേണിംഗ് സൊസൈറ്റീനെ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റീസിനെ തന്നെ എന്ത് ചെയ്തു, ബിൽഡ് ചെയ്തു. അവിടെ നോളജ് ഷെയർ ചെയ്യാനും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റി. അപ്പം ഇങ്ങനെ ഉള്ളൊരു ഫ്രീ സോഫ്റ്റ്വെയർ കൺസെപ്റ്റാണ് ഈ ലേണിംഗ് സൊസൈറ്റിയുടെ ഫൗണ്ടേഷന് കാരണമായത്. അപ്പോൾ റിച്ചാർഡ് എം സ്റ്റോൾമൻ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇൻ ദ ഇയർ 1983 when he launched a project called GNU, which stands for GNU is not Unix. GNU എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. GNU എന്ന ടേമിൻ്റെ അതിൻ്റെ എക്സ്പാൻഷൻ തന്നെ GNU ഈസ് നോട്ട് യൂണിക്സ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ. റിച്ചാർഡ് എം സ്റ്റോൾമൻ ആണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ ഇയർ 1983. And in 1985, the Richard Stallman started the Free Software Foundation, a non-profit with the mission of advocating and educating on behalf of computer users around the world. അപ്പം around the world എല്ലാ കമ്പ്യൂട്ടർ യൂസേഴ്സിനും അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ റിച്ചാർഡ് സ്റ്റോൾമൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫൗണ്ടേഷൻ്റെ പേരാണ് FSF, ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. അപ്പം ഇവിടെ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് യൂസ് ചെയ്ത് ഇവിടെ ഐഡിയാസ് ഷെയർ ചെയ്യാം. സോഴ്സ് കോഡ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റം വരുത്താം. നമുക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് യൂസ് ചെയ്ത് നമുക്കത് റെക്ടിഫൈ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ലേണിംഗ് മൂവ്മെൻറ്റ് തന്നെ ഒരു ലേണിംഗ് സൊസൈറ്റിയെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. യൂസസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ. The first one is cost efficiency. Commercial software or proprietary software, commercial അല്ലെങ്കിൽ proprietary software is expensive ആണ്, because we need to pay the license fee. License fees പേ ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഫ്രീ സോഫ്റ്റ്വെയർ ഇസ് അവൈലബിൾ മോസ്റ്റ്ലി ഇൻ ഫ്രീ ഓഫ് കോസ്റ്റ്, ഹെൻസ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ ടു ദ യൂസർ. മറ്റ് കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ പോലെയല്ല, ഇത് മോസ്റ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഓൾമോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ദ ഫസ്റ്റ് പോയിൻറ്റ് കോസ്റ്റ് എഫിഷ്യൻസി. ദെൻ ഫ്രീ അസിസ്റ്റൻസ്. ഫ്രീ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേമിൻ്റെ അകത്ത് നമ്മൾ ഓൺലൈൻ കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ് ഹു പ്രൊവൈഡ് അസിസ്റ്റൻസ് വെൻ വി എൻകൗണ്ടർ എ പ്രോബ്ലം. നമുക്കറിയാം ഇതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും. ആ കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ദെൻ വി എൻകൗണ്ടർ എ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പം ഈ സോഴ്സ് കോഡിൻ്റെ അടുത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ നമുക്ക് വി ക്യാൻ അസിസ്റ്റ് എ ഓൺലൈൻ കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ്. സോ ദ ടേം ഫ്രീ അസിസ്റ്റൻസ്. ദെൻ മോർ സെക്യൂരിറ്റി. Free software is safer and secure because it is tried and tested and scrutinized by many simultaneously. ഇത് സെക്യൂർ ആണ്, കാരണം ഇതിൻ്റെ സെക്യൂരിറ്റി ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രൂട്ടനൈസ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനൊക്കെ സോഴ്സ് കോഡ് അവൈലബിൾ ആയതുകൊണ്ട് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സ് തന്നെ ഇതിനകത്ത് ഒത്തിരിയും ടെസ്റ്റിങ്ങും മോഡിഫിക്കേഷൻസും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റിയും കുറച്ചധികം കൂടുന്നുണ്ട്. ദെൻ ഫ്ലെക്സിബിൾ. ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ ഇസ് ഫ്ലെക്സിബിൾ.
വിച്ച് മീൻസ് വി ക്യാൻ ചേഞ്ച്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡിഫിക്കേഷൻസ്, ചേഞ്ചസ് യൂസേഴ്സിൻ്റെ നീഡിനനുസരിച്ച് വരുത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടേമാണ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഓക്കെ. ദെൻ ഷെയറബിലിറ്റി. നമുക്ക് ഈ മോഡിഫൈഡ് വേർഷൻസിനെ ഒരു പ്രോബ്ലവും ഇല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ബ്രീച്ച് ഓഫ് ലൈസൻസ്. ഒരു ലൈസൻസിൻ്റെ ഒരു വയലേഷനും അല്ലെങ്കിൽ ഒരു ബ്രീച്ചും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മോഡിഫൈഡ് വേർഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓൺലൈൻ ഡെവലപ്പിംഗ് കമ്മ്യൂണിറ്റീസ് നമുക്ക് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഫ്രീ അസിസ്റ്റൻസ്, ഫ്രീ ഹെൽപ്പ്, നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് ഫ്രീ ഹെൽപ്പ് നമുക്ക് അസിസ്റ്റൻസ് നടത്താൻ പറ്റും. ദെൻ ഈ ഓൺലൈൻ ഡെവലപ്മെൻറ്റ് കമ്മ്യൂണിറ്റി തന്നെ ഈ സോഴ്സ് കോഡിന് മോഡിഫൈ ചെയ്യുകയും ഒത്തിരി ടെസ്റ്റിങ്ങും സ്ക്രൂട്ടനൈസും ഒക്കെ നടത്തിയത് കൊണ്ട് തന്നെ മറ്റ് സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് ഇതിന് മോർ സെക്യൂരിറ്റി ഉണ്ട്. ദെൻ ഫ്ലെക്സിബിലിറ്റി. വി ക്യാൻ ചേഞ്ച് ഓർ മോഡിഫൈ ദി സോഴ്സ് കോഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ യൂസർ. യൂസേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സോഴ്സ് കോഡുകളെ മോഡിഫൈ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ദെൻ മോഡിഫൈഡ് വേർഷൻസിനെ അല്ലെങ്കിൽ കോപ്പീസിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ബ്രീച്ച് ഓഫ് ലൈസൻസ് ഇഷ്യൂസിൻ്റെ ഒരു വയലേഷൻസും ഇല്ലാതെ തന്നെ നമുക്കിതിനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഫ്രീ സോഫ്റ്റ്വെയർസിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ. ഹിയർ വി ഡിസ്കസ് അബൌട്ട് ഫ്രീ സോഫ്റ്റ്വെയർ, ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ഫ്രീ സോഫ്റ്റ്വെയർ. നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. We can modify, distribute, change or improve this software. Examples of free software is LibreOffice and GIMP. Then the second one is freeware. It is completely free but copyrighted nonetheless, and its source code may or may not be freely available. ഇവിടെ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇത് ഫ്രീവെയർ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷേ അതിന് കോപ്പിറൈറ്റ് ഉണ്ട്. ഇവിടുത്തെ സോഴ്സ് കോഡ് നമുക്ക് ഫ്രീലി മോസ്റ്റ് ഓഫ് ദി കേസസിലും ഇവിടെ ഫ്രീലി അവൈലബിൾ ആകാം, അല്ലെങ്കിൽ ഫ്രീലി അവൈലബിൾ അല്ലാതായിരിക്കും. വിച്ച് മീൻസ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ഓഫ് കോസ്റ്റിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ മോസ്റ്റ് കേസസിലും നമുക്ക് സോഴ്സ് കോഡ് ഇതിന് അവൈലബിൾ അല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സോഴ്സ് കോഡ് മോഡിഫൈ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. ഇതാണ് ഫ്രീവെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം. ഫ്രീ സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് അവിടെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്, നമ്മുടെ നീഡിനനുസരിച്ച് അവിടെ മോഡിഫിക്കേഷൻസ് പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീവെയർ എന്ന് പറയുമ്പോഴും അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ബട്ട് കോപ്പിറൈറ്റഡ് ആണ്. വിച്ച് മീൻസ് ദ സോഴ്സ് കോഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ നമുക്ക് അവൈലബിൾ അല്ല. ദെൻ ഈ ഫ്രീവെയറിന് എക്സാമ്പിൾസ് ആണ് സ്കൈപ്പ്, ഗൂഗിൾ ക്രോം, PDF ഫയൽ റീഡർ, ആഡോബ് അക്രോബാറ്റ്, ഇങ്ങനെയൊക്കെ വരുന്ന ആപ്ലിക്കേഷൻസൊക്കെ അല്ലെങ്കിൽ ഇതെല്ലാം ഫ്രീവെയറിന് അണ്ടറിൽ വരുന്നതാണ്. ദെൻ തേർഡ് കാറ്റഗറിയാണ് ഷെയർവെയർ. ഇതും ഒരു കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. ദാറ്റ് ഈസ് അവൈലബിൾ അറ്റ് നോ കോസ്റ്റ് ബട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഷെയറിംഗ് വിത്ത് അതേഴ്സ്. ഈ ഷെയർവെയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയറാണ്, പക്ഷേ നമുക്കിത് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. The developers distribute the shareware on a trial basis or in a limited format with an expiry date so that user can test, run the software and hopefully decide to purchase the full version. ഒരു ട്രയൽ വേർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഈ ട്രയൽ വേർഷനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ട്രയൽ വേർഷൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഫുൾ വേർഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമേ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ അവൈലബിൾ ആകൂ. ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആ ലിമിറ്റഡ് ടൈം കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വർക്കിങ്ങുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മളതിൻ്റെ ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്യണം. അത്തരം കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർസിന് പറഞ്ഞ പേരാണ് ഷെയർവെയർ. ദെൻ അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ ഗെയിം ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ലിമിറ്റഡ് പീരീഡിൽ അവൈലബിൾ ആണ്. നമുക്കതിനെ ആ ഗെയിമിനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും ആ ഗെയിം ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. എന്നിട്ട് നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്യാം ഇതിൻ്റെ ഫുൾ വേർഷൻ പർച്ചേസ് ചെയ്യണോ വേണ്ട എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത്തരം സോഫ്റ്റ്വെയർസിന് പറഞ്ഞ പേരാണ് ഷെയർവെയർ. നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയർ എന്താണെന്ന്
ഫ്രീ വെയർ എന്താണെന്ന്, ഷെയർ വെയർ എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. Proprietary software or commercial software. It's a software that is owned by an individual or a company, usually the one that developed it. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. There are almost always major restriction on its use and its source code is always kept secret. ഇത് യൂസ് ചെയ്യാൻ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഴ്സ് കോഡ് ഒരിക്കലും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. The restriction on the use of proprietary software is usually enumerated in the end user license agreement. ഈ റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് എനുമറേറ്റ് ചെയ്തിരിക്കുന്നത് എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ യൂസേഴ്സ് അതിന് കൺസെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആഡോബ് ഫ്ലാഷ് പ്ലെയർ, ഫോട്ടോഷോപ്സ്, ഗൂഗിൾ എർത്ത്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഇവിടെ സോഴ്സ് കോഡ് ഒരിക്കലും അവൈലബിൾ അല്ല, സോഴ്സ് കോഡ് എപ്പോഴും സീക്രട്ടാണ്. ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ലൈസൻസ് ഇഷ്യൂസും കോപ്പറേറ്റ് ഇഷ്യൂസും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇസ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് ഇറ്റ് സോഴ്സ് കോഡ് അവൈലബിൾ ഫോർ മോഡിഫിക്കേഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലൈസൻസ് ഫോർ പ്രോഗ്രാമർ ടു ചേഞ്ച് ദ സോഫ്റ്റ്വെയർ ഇൻ ദ വേ ദേ ചൂസ്. ഇവിടെ സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനോടൊപ്പം അതിൻ്റെ സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. സോഴ്സ് കോഡ് അവൈലബിൾ ആണെങ്കിൽ നമുക്കറിയാം നമുക്കതിനകത്ത് മോഡിഫിക്കേഷൻസ്, ബഗ്സ് ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പെർഫോമൻസും അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ ഇവിടെ ഒരു ലൈസൻസ് ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ. ഡിഫറെൻറ്റ് ലൈസൻസ് അലൗ പ്രോഗ്രാമേഴ്സ് ടു മോഡിഫൈ ദ സോഫ്റ്റ്വെയർ വിത്ത് വേരിയസ് കണ്ടീഷൻസ് അറ്റാച്ച്ഡ്. പല ലൈസൻസ് അവൈലബിൾ ആണ്, പക്ഷേ പല കണ്ടീഷൻസ് അതിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. ഡിഫറെൻറ്റ് ലൈസൻസ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് ലൈസൻസിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ MIT ലൈസൻസ്, ദെൻ GNU, ദെൻ അപ്പാച്ചെ ലൈസൻസ്, ജനറൽ പബ്ലിക് ലൈസൻസ് GPL, ഇങ്ങനെ പലതരം ലൈസൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒപ്പം പല കണ്ടീഷൻസും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയറിനെ പോലെ മോഡിഫൈ ചെയ്യാനും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല. ഇവിടെ ലൈസൻസ് അറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ച് മാത്രം നമുക്ക് അതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഈസ് അവർ ആക്ടിവിറ്റി സെക്ഷൻ. ഇവിടെ ഞാൻ ആക്ടിവിറ്റി സെക്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആൻസേഴ്സിൻ്റെ പിക്ചർ സെൻഡ് ചെയ്യുക. അപ്പം പിക്ചർ സെൻഡ് ചെയ്യുമ്പം നിങ്ങളുടെ നെയിം എഴുതിയിട്ട് വേണം പിക്ചേഴ്സ് എടുക്കാൻ. പിക്ചേഴ്സ് എടുക്കുമ്പം എനിക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഓക്കെ. നിങ്ങൾ എഴുതിയ നോട്ട്സിൻ്റെ അകത്ത് നിങ്ങളുടെ നെയിം ആൻഡ് റോൾ നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ. അറ്റൻഡൻസ് യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് മാർക്ക് ചെയ്യും. ഓക്കെ. താങ്ക് യു.